അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു റമളാനിലേക്ക് സ്വാഗതം. ഈ പുണ്യമാസത്തിൽ നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. ലോകത്തിന് കരുണയായി വന്ന നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ നിന്നല്ല, മറിച്ച് അള്ളാഹു തൻ്റെ വിശുദ്ധ മന്ദിരത്തെ സംരക്ഷിച്ച ആ വർഷത്തിൽ നിന്നാണ്, ആനക്കലഹ വർഷം. അന്ന് ആ സൈന്യം വടക്കോട്ട് നീങ്ങിയപ്പോൾ അവരുടെ കാൽക്കീഴിൽ മരുഭൂമി വിറച്ചു. അത്ര വലിയൊരു ആനപ്പടയായിരുന്നു അത്. അജ്ഞതയും അഹങ്കാരവും നിറഞ്ഞ ആ കാലത്ത് അറേബ്യ ഇരുട്ടിലായിരുന്നു. ഗോത്രങ്ങൾ കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിച്ചു. രക്തച്ചൊരിച്ചിൽ സാധാരണമായിരുന്നു. ഇബ്രാഹിം നബിയുടെ സന്ദേശങ്ങൾ വിസ്മരിക്കപ്പെട്ടു. ഏകദൈവത്തെ ആരാധിക്കാൻ പണിത കഅബയ്ക്കു ചുറ്റും 360 വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അജ്ഞതയുടെ ആ കാലത്താണ് തെക്കേ യമനിൽ അബ്രഹത്ത് എന്ന അഹങ്കാരിയായ ഭരണാധികാരി ഉണ്ടായത്. അദ്ദേഹം സൻസായിൽ സ്വർണവും മാർബിളും കൊണ്ട് ഒരു കൂറ്റൻ ദേവാലയം പണിതു. അറബികൾ കഅബയ്ക്ക് പകരം അവിടേക്ക് വരണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. എന്നാൽ അറബികൾ അത് അവഗണിച്ചപ്പോൾ അബ്രഹത്തിൻ്റെ അഹങ്കാരം വർദ്ധിച്ചു. കഅബ തകർക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. അബ്രഹത്ത് വലിയൊരു ആനപ്പടയുമായി മക്കയിലേക്ക് തിരിച്ചു. അറബികൾക്ക് അതുവരെ പരിചിതമല്ലാത്ത ഭീമാകാരമായ ആനകൾ ആ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. വഴിയരികിലെ ഗോത്രങ്ങൾ അവരെ തടയാൻ നോക്കിയെങ്കിലും അബ്രഹത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ അവർ പരാജയപ്പെട്ടു. മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോൾ അബ്രഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലുപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചെടുത്തു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ തൻ്റെ ഒട്ടകങ്ങളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു. അത്ഭുതപ്പെട്ട അബ്രഹത്ത് ചോദിച്ചു, നിങ്ങളുടെ മതം തകർക്കാൻ വന്ന എന്നോട് നിങ്ങൾ ഒട്ടകങ്ങളെക്കുറിച്ചാണോ ചോദിക്കുന്നത്? അബ്ദുൽ മുത്തലിബ് ശാന്തനായി മറുപടി നൽകി, ഞാൻ ഈ ഒട്ടകങ്ങളുടെ ഉടമയാണ്, എന്നാൽ ആ കഅബയ്ക്ക് അതിനെ സംരക്ഷിക്കാം. പ്രഭാതത്തിൽ അബ്രഹത്ത് ആനകളെ കഅബയ്ക്ക് നേരെ അയച്ചു. എന്നാൽ ആനകൾ മുന്നോട്ട് നീങ്ങാൻ കൂട്ടാക്കിയില്ല. അവയെ യമന്റെ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ അവ നടന്നു. പക്ഷേ മക്കയിലേക്ക് തിരിച്ചപ്പോൾ അവ മുട്ടുകുത്തി. പെട്ടെന്നാണ് ആകാശത്ത് അത്ഭുതം കണ്ടത്. എണ്ണമറ്റ ചെറിയ പക്ഷികളുടെ കൂട്ടം, അബാബീൽ പക്ഷികൾ. ഓരോ പക്ഷിയും 3 കല്ലുകൾ വീതമാണ് വഹിച്ചിരുന്നത്. ചുട്ട മണ്ണിൽ നിന്നുള്ള കല്ലുകൾ. അള്ളാഹു ഖുർആനിൽ അരുളി ചെയ്യുന്നു, അലം കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരുടെ കാര്യത്തിൽ നിന്റെ നാഥൻ ചെയ്തത് നീ കണ്ടില്ലേ? ആ കല്ലുകളേറ്റ് ശക്തമായ സൈന്യം വൈക്കോൽ തുരുമ്പ് പോലെ നശിച്ചുപോയി. ഒരാൾ പോലും വാളെടുക്കാതെ തന്നെ അള്ളാഹു തൻ്റെ വീടിനെ സംരക്ഷിച്ചു. ശക്തി സൈന്യങ്ങളിലല്ല, കരുത്ത് എണ്ണത്തിലല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ താൽപ്പര്യമാണ് എല്ലാറ്റിനും മുകളിൽ നിൽക്കുന്നത് എന്ന് അള്ളാഹു ലോകത്തിന് കാണിച്ചു കൊടുത്തു. അറ്റമില്ലാത്ത ആ പഴയ ആകാശത്തിന് താഴെ വിശാലമായ അറേബ്യൻ മരുഭൂമിയിൽ ചരിത്രം അതിൻ്റെ ഏറ്റവും മഹത്തായ അധ്യായത്തിനായി നിശബ്ദമായി തയ്യാറെടുക്കുകയായിരുന്നു. അതേസമയം റബീഉൽ അവൽ മാസത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നു. മുഅ്ജിസത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ആമിന ബീവിക്ക് പ്രസവ സമയത്ത് അനുഭവപ്പെട്ട പ്രകാശം ലോകത്തിൻ്റെ ദിക്കുകളെ പ്രകാശിപ്പിച്ചു. അനാഥനായാണ് ജനിച്ചതെങ്കിലും അള്ളാഹു തൻ്റെ ദൂതനെ എപ്പോഴും സംരക്ഷിച്ചു. ഹലീമ ബീവിയുടെ സംരക്ഷണത്തിൽ വളരുമ്പോൾ അവിടെയെല്ലാം ഐശ്വര്യം പെയ്തിറങ്ങി. ഇതൊരു കേവല സംഭവമല്ല കൂട്ടുകാരെ, മറിച്ച് കൃത്യമായ ലക്ഷ്യത്തോടും കരുണയോടും കൂടി അള്ളാഹു ചരിത്രത്തെ രൂപപ്പെടുത്തുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ആനക്കലഹ വർഷം വെറുമൊരു ചരിത്രമല്ല, മറിച്ച് തൻ്റെ ദൂതനെ അയക്കുന്നതിനായി അള്ളാഹു ലോകത്തെ ഒരുക്കിയതിൻ്റെ അടയാളമാണ്. അള്ളാഹു തൻ്റെ ദൂതനെ സ്നേഹത്തോടും ജ്ഞാനത്തോടും കൂടിയാണ് വളർത്തിയത്.
അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങളുമായി അടുത്ത ഭാഗങ്ങളിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.